യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്തു. 11 നമ്പർ മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്തത്. 30 വരെയാണ് റിമാൻഡ്. ഷാമിലി മർദ്ദിച്ചുവെന്നും കേൾവിക്ക് തകരാറുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു. പ്രതി സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തിയാണെന്നും ലീഡിംഗ് വക്കീലാണെന്നും പ്രതിഭാഗത്തിന്റെ വാദം. പ്രതി നിയമപരിജ്ഞാനമുള്ളയാളായതിനാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സാക്ഷികളെയും ഇരകളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതാണ് കോടതിയിൽ നടന്നിട്ടുള്ളത്. അഷിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അഷിൻ, ഈ പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് എല്ലാ കേസിലും കുറച്ച് അതിശോക്തിയൊക്കെ നമുക്ക് തോന്നുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ പ്രതി സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ, ലീഡിംഗ് വക്കീലാണെന്നൊക്കെ പറയുമ്പോൾ, ഈ മാന്യതയൊന്നും ഷാമിലിക്കുണ്ടായിരുന്നില്ലേ? ഈ ഇരയായി നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ മാന്യതയൊന്നുമില്ലേ സമൂഹത്തിൽ എന്നുള്ളത് വളരെ സാധാരണമായ ഒരു ചോദ്യമായി ഉയരും. ഈ കേസിൽ ഇപ്പോൾ ഇതുവരെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആഷിൻ? റോഷിനി, തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റോഷിനി തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഓരോ അഭിഭാഷകരും നീതിയുടെ കാവൽക്കാരാണ്. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി ഉറപ്പാക്കേണ്ട ചുമതലയാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അവർക്കിടയിൽ തന്നെ ഇത്തരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ട ഒന്നാണ്. കാരണം ഒരു സഹപ്രവർത്തകയെ അതിക്രൂരമായാണ് ഒരു സീനിയർ അഭിഭാഷകൻ അടിച്ചത് എന്നുള്ളതാണ്. അതും ഒരു തവണയല്ല, 3 തവണ കരണത്ത് അതിശക്തമായി അടിക്കുക എന്നുള്ളതാണ്. ആ അടിയേറ്റ, മർദ്ദനമേറ്റ ആ ഷാമിലി എന്ന 26-കാരി വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയാണ്. ആ കുട്ടിയുടെ മുഖത്ത് നിന്ന് ആ കരുവാളിപ്പോ അല്ലെങ്കിൽ ആ ഒരു പാടോ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം എത്രയോളം ശക്തിയിലാണ് ഇയാൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് അടിച്ചത് എന്നുള്ളതാണ്. ഇതിനുള്ള കാരണവുമാണ് അതിവിചിത്രം. പൊടുന്നനെ ഒരു ദിവസം ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട എന്ന് പറയുന്നു, പിന്നീട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറയുന്നു. അതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നു. ഈ കാരണം അന്വേഷിക്കുന്നതിനിടയിൽ കാരണം അന്വേഷിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചതുകൊണ്ട് ഒരു മർദ്ദനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നതും നമുക്കറിയാവുന്നതുപോലെ തന്നെ. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതി 11 ഈ ഷാമിൽ ദാസിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ മാസം 30 വരെയാണ് ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിഭാഗം പറയുന്നതാണ് ഏറെ വിചിത്രമായ കാര്യം. അതായത് ഈ മുതിർന്ന അഭിഭാഷകന് കുടുംബമുണ്ട്, 3 കുട്ടികളടങ്ങുന്ന കുടുംബമാണ് തനിക്കുള്ളത്. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളാണ് താൻ. മാത്രമല്ല ഒരു സീനിയർ അഡ്വക്കേറ്റ് കൂടിയാണ് എന്നുള്ളത് കാര്യങ്ങൾ കൂടി പരിഗണിച്ച് തനിക്ക് ജാമ്യം നൽകണം എന്നുള്ളതായിരുന്നു ഈ പ്രതിഭാഗം മുന്നോട്ട് വെച്ച വാദങ്ങൾ. പക്ഷേ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെ കൃത്യമായി മറുപടി ഈ വാദിഭാഗവും മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിയമപരിജ്ഞാനമുള്ളയാളാണ് ഈ ബെയ്ലിൻ ദാസ് എന്നുള്ളതാണ്. ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളുണ്ട്, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്, സാക്ഷികളെ അടക്കം ഇരയെ അടക്കം സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. മാത്രമല്ല ഇരയ്ക്ക് ഒരു ഭീഷണിയായി തന്നെ ഇയാൾ നിലനിൽക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വാദിഭാഗവും കോടതിക്ക് മുന്നിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിശദമായ ഒരു വാദം കേൾക്കലിന് ശേഷമാണ് വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതി 30 ദിവസത്തേക്ക് 30-ാം തീയതി വരെ ഇയാളെ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്, റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇയാളെ ഇപ്പോൾ ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തന്നെയും ഈ ഷാമിലി അടിച്ചിട്ടുണ്ട് എന്നൊരു വാദം കൂടി ഈ ബെയ്ലിൻ ദാസ് കോടതിയിൽ പറയുകയുണ്ടായി. മാത്രമല്ല കരണത്താണ് അടിച്ചത്, ചെവിക്ക് കീഴിലാണ് അടി കിട്ടിയത്, അടിയിൽ തന്റെ കേൾവി ശക്തിക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല വലതു പുരികത്തിന് മുകളിലായി നഖം കൊണ്ട് മുറിഞ്ഞതിന്റെ പാടുകളുമുണ്ട്, അത് കോടതിക്ക് പരിശോധിക്കാം എന്നതടക്കമുള്ള വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഈ വാദങ്ങളൊന്നും അംഗീകരിക്കാതെ ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, പോലീസ് ഇന്ന് പുതിയൊരു വകുപ്പ് കൂടി ഇയാൾക്കെതിരെ ചുമത്തിക്കൊണ്ടാണ് കോടതിയിൽ ഹാജരാക്കിയത്. ആകെ 4 വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിൽ 3 ബെയിലബിൾ ഒഫൻസുകളാണ്. പക്ഷേ ഒരെണ്ണം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. നാളെയാണ് മജിസ്ട്രേറ്റ് കോടതി ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട 3 വകുപ്പുകളിൽ ഇന്ന് കൂട്ടിച്ചേർത്ത വകുപ്പ് എന്നുള്ളത് 118(3) വകുപ്പാണ് ചേർത്തിട്ടുള്ളതിന് കാരണം ഈ അടിയേറ്റ അഭിഭാഷകയുടെ മുഖത്ത് പൊട്ടലുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഒരു വകുപ്പ് കൂടി വഞ്ചിയൂർ പോലീസ് അഡീഷണലായി കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നാളെയാണ് ബെയ്ലിൻ ദാസിന്റെ ദാസിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. എന്തായാലും തനിക്ക് നീതി ലഭിച്ചിട്ടുണ്ട് എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഷാമിലി ഉള്ളത്. രാവിലെ അടക്കം ഷാമിലിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഒരു സഹോദരിയോട്
പോലീസുകാർ പെരുമാറുന്നത് പോലെയാണ് തന്നോട് പെരുമാറിയത്. സ്വന്തം സഹോദരിയായി കണ്ടുകൊണ്ടാണ് ആ വഞ്ചിയൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തന്നോട് പെരുമാറിയതും കേസ് അന്വേഷിക്കുന്നതും. പൂർണ്ണ തൃപ്തിയാണ് തനിക്കുള്ളത് എന്നുള്ളതാണ്. തനിക്ക് നേരെ ഉയർന്ന ആ കൈ ഇനി ആർക്കും നേരെയും ഉയരാൻ പാടില്ല, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ശ്യാമിലി. എന്തായാലും തൊഴിലിടത്തെ ഒരു പീഡനം, അതും നീതി ഉറപ്പാക്കേണ്ടവർ തന്നെ നീതി നിഷേധിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതികരണമായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ ഈ പ്രതിയെ അതിനാടകീയമായി പോലീസ് തന്നെ പിടികൂടുകയും ചെയ്യുന്നു. റോഡിൽ ഒരു ചേസിലൂടെ തന്നെ ഈ പ്രതിയെ പിടിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുമ്പ പോലീസാണ് കഴിഞ്ഞ ദിവസം ഈ റോഡിൽ വെച്ച് ഈ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്ന പ്രതിയെ ചേസ് ചെയ്ത് പോലീസ് വാഹനം മുന്നിൽ കുറുകെ ഇട്ടുകൊണ്ട് ഇയാളെ പിടികൂടി വഞ്ചൂർ പോലീസിന് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ബേലിൻദാസ് ജില്ലാ ജയിലിലാണ്. റോഷ്നി, എന്തായാലും ബെയിലില്ല എന്നുള്ള വാർത്ത ശ്യാമിലിക്ക് എത്രത്തോളം ആശ്വാസം നൽകിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ ജൂനിയർമാരെ തൊഴിലിടത്തിൽ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതൊക്കെ അത്തരം തൊഴിലിടങ്ങൾക്ക് തന്നെ വലിയ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അശ്വിൻ പറഞ്ഞതാണ് പോയിന്റ്. നമ്മൾ ഈ നിയമം ഉറപ്പാക്കേണ്ടവരാണ് അഭിഭാഷകർ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇത്തരം അതിക്രമങ്ങൾ, കേരളത്തിൽ എത്രത്തോളം അതിക്രമങ്ങൾ ഇങ്ങനെ അരങ്ങേറുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവവും. അതിന്റെ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ വരും മണിക്കൂറുകളിലുമൊക്കെ നൽകും.